നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കറിയത്തി എൻ്റെ ഗ്രാമം. കാനത്ത് കറിയത്തി ജമീലത്തുൻ. എൻ്റെ ഗ്രാമം മനോഹരമായിരുന്നു. ഫിൽ കറിയത്തി ബൊയോത്തുൻ. എൻ്റെ ഗ്രാമത്തിൽ ധാരാളം വീടുകളും വിശാലമായ വഹദായിക്കു വാസിയത്തുൻ കസീറത്തുൻ വഹദായിക്കു വാസിയത്തുൻ പൂന്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. ഫിഹ ജദാവിലു നലീഫത്തുൻ വ ആബാറുൻ നഖിയത്തുൻ. അതിൽ ശുദ്ധമായ അരുവികളും ശുദ്ധജലക്കിണറും ഉണ്ടായിരുന്നു. യജിരി നെഹ്റുൻ ഫി വസത്തിൽ കറിയ. ഗ്രാമത്തിലെ മധ്യത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. തഷ്റബു മിൻഹു അൽ ഹയവാനാത്ത് വത്തുയൂർ. അതിൽ നിന്ന് മൃഗങ്ങളും പക്ഷികളും വെള്ളം കുടിക്കുന്നു. തഷ്റബു കുടിക്കുന്നു, ഹയവാനാത്ത് മൃഗങ്ങൾ, തുയൂർ പക്ഷികൾ. വകാനത്ത് ഫീ ലഫത്തിൻ നെഹ്രി അഹ്റാസുൻ കസീറത്തുൻ വ അസ്ഹാറുൻ ജമീലത്തുൻ വ അഷ്ജാറുൻ കബീറത്തുൻ വ നബാതാത്തുൻ സഈറത്തുൻ. വകാനത്ത് ഫീ ലഫത്തിൻ നെഹ്രി അഹ്റാസുൻ കസീറത്തുൻ അസ്ഹാറുൻ ജമീലത്തുൻ അഷ്ജാറുൻ കബീറത്തുൻ നബാതാത്തുൻ സഈറത്തുൻ. വകാനത്ത് ഫീ ലഫത്തിൻ നെഹ്രി നദിയുടെ തീരത്ത് അഹ്റാസുൻ കസീറത്തുൻ ധാരാളം ചെടികളും വ അസ്ഹാറുൻ ജമീലത്തുൻ ഭംഗിയുള്ള പൂക്കളും വ അഷ്ജാറുൻ കബീറത്തുൻ വലിയ മരങ്ങളും വ നബാതാത്തുൻ സഈറത്തുൻ ധാരാളം കുറ്റിച്ചെടികളും ഉണ്ടായിരുന്നു. യസ്തഅരിയുൻ നാസു അലാ ലഫത്തിൻ നെഹ്രി മസാഉൻ വകാന ഹാസ മൻളറൻ ജമീലൻ. വൈകുന്നേരങ്ങളിൽ ആളുകൾ നദീതീരത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. അത് മനോഹരമായ ഒരു കാഴ്ചയുമായിരുന്നു. ഇവിടെ ഇനി മുഫ്രദും ജമ്മു എഴുതാനാണ്. ഏകവചനവും ബഹുവചനവും. ഇതിപ്പോൾ എൻ്റെ മോൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്, അതാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. മുഫ്രദ് ജദ്വൽ. ജദ്വൽ എന്ന് പറഞ്ഞാൽ അരുവി. ജദാവൽ ജദ്വലിൻ്റെ ജമ്മാണ് ജദാവൽ. ബിർ കിണർ, ആബാറ് കിണറുകൾ. ഹദീക പൂന്തോട്ടം, ഹദായിക്ക് പൂന്തോട്ടങ്ങൾ. ബൈത്ത് വീട്, ബുയൂത്ത് വീടുകൾ. സഹ്റ് പൂവ്, അസ്ഹാറ് പൂവുകൾ. അർസ് സസ്യം, ഐറാസ് സസ്യങ്ങൾ. ഷജറത്ത് മരം, അഷ്ജാർ മരങ്ങൾ. ഹയവാൻ മൃഗം, ഹയവാനാത്ത് മൃഗങ്ങൾ. ത്വായിർ പക്ഷി, തുയൂർ പക്ഷികൾ. നബാത്ത് ചെടി, നബാത്താത്ത് ചെടികൾ. നുറാജിഉൻ നസ്സ് വനുകമ്മിലുൽ ജുംല ബിൽ ഫിഅലിൽ മുനാസിബ്. പാഠം അവലോകനം ചെയ്ത് അനുയോജ്യമായ ക്രിയ ഉപയോഗിച്ച് വാക്യം പൂർത്തിയാക്കുക. ഡേഷ് നെഹ്റുൻ ഫി വസ്തിൽ കറിയ. പാഠഭാഗത്ത് നോക്കിയിട്ട് പൂരിപ്പിക്കാനാണ്. ഡേഷ് നെഹ്റുൻ ഫി വസ്തിൽ കറിയ ഗ്രാമത്തിൻ്റെ മധ്യത്തിലൂടെ നദി ഒഴുകുന്നു. അവിടെ വേണ്ടത് യജ്രി എന്നാണ്. ഡേഷ് അൽ ഹയവാനാത്ത് വത്തുയൂര് മിനൻ നെഹ്രി. മൃഗങ്ങളും പക്ഷികളും പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. തഷ്റബു. ഡേഷ് അന്നാസു അല ലഫത്തിൻ നെഹ്രി. ആളുകൾ നദീ തീരത്ത് ഇരിക്കുന്നു അല്ലെങ്കിൽ വിശ്രമിക്കുന്നു. അവിടെ വേണ്ടത് യസ്തരു എന്ന ഫീലാണ്. ഹാസയും ഹാസിഹിയും മുസക്കറും മുഅന്നസും ഉണ്ട്. ഹാസ എന്ന് പറയുന്നത് മുസക്കറായിട്ടുള്ള, അതായത് പുല്ലിംഗത്തിനാണ് വരുന്നത്. ഹാസിഹി മുഅന്നസ് സ്ത്രീലിംഗത്തിനാണ് വരുന്നത്. അപ്പം ഹാസ നെഹ്റുൻ ജമീലുൻ. ഇനി ഹാസയിൽ വരുന്നത് ഹാസ ജദ്വലുൻ നലീഫുൻ. പിന്നെ ഹാസ ബൈത്തുൻ ജമീലുൻ. പിന്നെ ഹാസിഹി ഹദീഖത്തുൻ ജമീലത്തുൻ. ഹാസിഹി ഷജറത്തുൻ കബീറത്തുൻ. ഹാസിഹി ബിർക്കത്തുൻ നലീഫത്തുൻ അല്ലെങ്കിൽ ജമീലത്തുൻ വരാം. അപ്പോൾ ഹാത്ത വരുന്നതൊക്കെ സ്ത്രീലിംഗാണ്. ഹാസക്ക് വരുന്നത് നെഹ്ർ, ജദ്വലി, ബൈത്ത്. ഹാസിഹി ഹദീഖത്ത്, ഷജറത്ത്, ബിർക്കത്ത്. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് അതുപോലെ പകർത്തിയിട്ട് അവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. നക്തുബു ബയാനൻ ബസീത്തൻ അനിൽ ഹദീക.
ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്, വിവരണം. അതായത് ഇവിടെയുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ വിവരണം എഴുതാൻ വേണ്ടിയിട്ടാണ് താഴെ ഇവിടെ തന്നിട്ടുണ്ട്. ഹസിഹി അദീഖത്തുൻ ജമീലത്തുൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പൂന്തോട്ടം, ഇവിടെ ഈ കാണുന്ന ചിത്രത്തിലെ പൂന്തോട്ടം വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള പക്ഷികളെ പറ്റിയും പൂമ്പാറ്റകളെ പറ്റിയും ഇതൊരു പൂന്തോട്ടാണ്, അതിനെ പറ്റിയൊക്കെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. ഹസിഹി അദീഖത്തുൻ ജമീലത്തുൻ ഫിൽ ഹദീഖത്തി അറാസുൻ വ അഷ്ജാറുൻ അലൽ അഷ്ജാറി ഉറാബുൻ വ ബബ്ആഉൻ അലൽ അഹ്റാസി അസ്ഹാറുൻ അൽ അസ്ഹാറു ജമീലത്തുൻ അൽ അസ്ഹാറു ജമീലത്തുൻ. പിന്നെ തളീറുൻ അൽ ഫറാഷാത്ത് അൽ അസ്ഹാറത്തി ഫിൽ ഹദീഖത്തി ബിർക്ക ഫിൽ ബിർക്കത്തി ലഫ്ദ അഹ്റാസ് അഷ്ജാർ ബിർക്ക ഫറാഷ ഉറാബ് ബബ്ആ അസ്ഹാർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് വിവരണം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു മീനിനെ കാണാം. ഒരു പുഴയുടെ മാലിന്യത്തിൻ്റെ ഇടയിൽ പെട്ടിട്ടുള്ളതാണ്. അവിടെ തന്നിട്ടുള്ളത് വലാകിന്നൻ നെഹ്റിൽ ആന മലീഉൻ ബിൽ ഫലലാത്തി വൽ കാറൂറാത്തി വൽ അക്കിയാസി അൽ ബിലാസ്തിക്കിയ പ്ലാസ്റ്റിക് തലവസൻ നെഹ്റു വലതവസത്തി അൽ ബിആ. വലാകിന്നൻ നെഹ്റിൽ ആന മലീഉൻ ബിൽ ഫലലാത്തി വൽ കാറൂറാത്തി വൽ അക്കിയാസി വൽ ബിലാസ്തിക്കിയ. പ്ലാസ്റ്റിക്കുകളും സഞ്ചികളും ഒക്കെ കൊണ്ട് പുഴ മൊത്തം മലിനമായിരിക്കുകയാണ്. തലവസൻ നെഹ്റു വലതവസത്തിൽ ബിആ. ജാഅ സമകുൻ സഈറുൻ ഇലൻ നഹ്രി മിൻ ജദ്വലി മുജാവിദ് യത്ലബു മാഇൻ ദക്കിയ. മയബിക്കി ലിമ തബക്കി ആ സദിക്കി. നീ എന്തിനാണ് കരയുന്നത് സുഹൃത്തേ? ആ മീന് ചോദിക്കാണ്, ഐന മസ്കനുക്ക, എവിടെയാണ് നിന്റെ വീട്, നിന്റെ വാസസ്ഥലം എവിടെയാണ്? ഫിൽ ജദ്വലിൽ മുജാവിർ, ആ മീന് പറയുന്നു അടുത്തുള്ള അരുവിയിലാണ്. ഹാസൻ നെഹ്റു അയലൻ മുലവസുൻ, ഈ നദിയും മലിനമാണ്. കൈഫ നഹീഷു ഉന, നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? രണ്ട് മത്സ്യങ്ങൾ തമ്മിലുള്ള സംഭാഷണം. മസ്ഊലിയത്തുന മൂന്നാമത്തെയാണ്. ഒരു FB പോസ്റ്റാണ് കേട്ടോ ഇത്. മഹ്മൂദ് എന്ന ആളുടെ FB പോസ്റ്റാണ്. ഹാസ നെഹ്റു കറിയത്തിന, ഇത് നമ്മുടെ ഗ്രാമത്തിലെ നദിയാണ്. കാന ഹാസൻ നെഹ്റു സാഫിയൻ വ മൻലറുഹു റായിഹൻ വ ഫീഹി അസ്മാക്കുൻ കസീറത്തുൻ. ഈ നദി ശുദ്ധവും മനോഹരവുമായ കാഴ്ചയുള്ളതും ധാരാളം മീനുകളുള്ളതുമായിരുന്നു. ഉൽറുു ഇലൻ നെഹ്രി, നദിയിലേക്ക് നോക്കൂ. മുൽ എൽ ആനുബിൽ ഫലലാത്തി വൽ കാറൂറാത്തി വൽ അക്കിയാസി വൽ ബിലാസ്തിക്കിയ. ഇപ്പോൾ അത് മാലിന്യങ്ങളും കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുല്ലുഹ സബബു തുലവുസിൽ മാഇ വൽ ബിആ, ഇതെല്ലാം വെള്ളത്തിൻ്റെയും പരിസ്ഥിതിയുടെയും മലിനീകരണത്തിന് കാരണമാകുന്നു. ഹിമായത്തുൻ നെഹ്രി മസ്ഊലിയത്തുന, നദിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അൽ മാഉ അസാസു ഹയാത്തിന, വെള്ളം നമ്മുടെ ജീവന്റെ അടിസ്ഥാനമാണ്. കൈഫ നഹ്ഫലുൻ നെഹ്രി വൽ ബിആ, നമുക്ക് എങ്ങനെ നദിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ കഴിയും? ഇവിടെ കുറച്ച് കമൻസ് ഉണ്ട്. റാഷിദ് അഹമ്മദ് എന്ന് പറയുന്ന ആൾ പറയുന്നു, ഉവാഫിക്കു ലം യകുൻ നെഹ്റുന ഹകസ, ഞാൻ യോജിക്കുന്നു, നമ്മുടെ നദി ഇതുപോലെ ആയിരുന്നില്ല. അപ്പോൾ മാത്യു പറയുന്നു, നെർജു ഹല്ല ലിഹാസിഹിൽ മുഷ്കില, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അനിത റാണി പറയുന്നു, അൽ ഹിഫ്ലു മസ്ഊലിയത്തിന, സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ മഹ്മൂദും ഞാൻ യോജിക്കുന്നു എന്ന് പറയുന്നു. വാഫിക്കു ഹയ്യൻ നുനല്ലിഫു. മനോജ് പറഞ്ഞു നമുക്ക് വൃത്തിയാക്കാം. റാഷിദ പറയുന്നു ത്വബഅൻ നുനല്ലിഫു നജ്തമഹു അസൻ കുർബൻ നെഹ്രി, തീർച്ചയായും നമുക്ക് വൃത്തിയാക്കാം, നാളെ നദിക്കരയിൽ ഒത്തുകൂടാം എന്നാണ് പറയുന്നത്. അതിന് അവർക്ക് കിട്ടിയ ലൈക്കും ഷെയറും
ഒക്കെയാണ് അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിലുള്ളത് നെക്തുബു നെക്തുബു അവർക്ക് കിട്ടിയ ലൈക്ക് മഹ്മൂദ്, റാഷിദ, പിന്നെ മാത്യു, അനിത റാണി, മനോജ്, റാഷിദ കിട്ടിയ ലൈക്കും ഷെയറും കമൻറ്റും എത്രയാണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാനാണ്. പിന്നെ ഉള്ളത് നെക്ര ഉൽ മുഹാത്തഫ, ഈ ഒരു സംഭാഷണം ഇത് അവരുടെ തമ്മിലുള്ള സംഭാഷണമാണ്, ഫോണിൽ വിളിച്ച സംഭാഷണം. റാഷിദ് അഹമ്മദ്, ഹലോ മൻ മഇ, ഹലോ ആരാണ് സംസാരിക്കുന്നത്? മനോജ്, അന മനോജ്, ഞാൻ മനോജ് ആണ്. റാഷിദ് അഹമ്മദ്, അഹ്ലം വസഹലൻ, സ്വാഗതം. മനോജ്, റഅയ്തു റിസാലത്ത് കഫി, ഞാൻ റഅയ്തു റിസാലത്ത് കഫി ഫേസ്ബുക്ക്, ഞാൻ നിങ്ങളുടെ സന്ദേശം ഫേസ്ബുക്കിൽ കണ്ടു. റാഷിദ് അഹമ്മദ്, ശുക്രൻ, മാ റയുക, നന്ദി, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനോജ്, അസഅമലുൻ റായിഹുൻ, ഇതൊരു മികച്ച പ്രവർത്തനമാണ്. റാഷിദ് അഹമ്മദ്, നജിത്തമയു അസൻ അലാ ലഫത്തിൻ നെഹ്രി, നമുക്ക് നാളെ നദീതീരത്ത് ഒരുമിച്ച് കൂടാം. ഇതാണ് ഈ ഒരു ഫോൺ സംഭാഷണം. വഫിൽ യോമിസാലി ബദഉ അത്തൻലീഫ്, പിറ്റേന്ന് അവർ വൃത്തിയാക്കാൻ തുടങ്ങി. ഷാറക്ക ഫീഹിൽ കിബാറു വസിആറു വറിജാലു വന്നിസാഉ വത്തുല്ലാബു വത്വാലിബാത്ത്, ആരൊക്കെ ഉണ്ടായിരുന്നു? മുതിർന്നവരും കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതിൽ പങ്കെടുത്തു. അഹ്റജു നുഫായാത്തി മിനിൻ നഹിരി വനല്ലഫുഹു കാമിലൻ, അവർ നദിയിൽ നിന്ന് മാലിന്യം പുറത്തെടുത്ത് പൂർണ്ണമായും വൃത്തിയാക്കി. ഫവസല ഇലേഹിം മുറാസിലു തിൽഫാസ്, അപ്പോൾ TV റിപ്പോർട്ടർ അവരുടെ അടുത്തേക്ക് എത്തി. നെഹ്നു മാക്കും, നാം നിങ്ങളോടൊപ്പം ഉണ്ട്. അൽ മുറാസിൽ, TV റിപ്പോർട്ടർ. മസാൽ ഹൈർ, ഗുഡ് ഈവനിങ്. ഹംദാൻ, മസാനൂർ, ഗുഡ് ഈവനിങ്. അൽ മുറാസിൽ, TV റിപ്പോർട്ടർ. കൈഫ ഇജ്തമഉം ലിതൻലീഫിൻ നെഹ്രി, വളരെ നന്ദി, വൃത്തിയാക്കാൻ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് കൂടി? ഹംദാൻ, വജദ്ന റിസാലത്തം ഫി ഫേസ്ബുക്ക്, ഞങ്ങൾ ഫേസ്ബുക്കിലൊരു സന്ദേശം കണ്ടെത്തി. റിപ്പോർട്ടർ, മൻ നഷറഹ, ആരാണ് അത് പോസ്റ്റ് ചെയ്തത്? മെഹമൂദ്, അന യാ സദീഖി, മെഹമൂദ് പറയുന്നു, ഞാനാണ് എൻ്റെ സുഹൃത്തെ. മുറാസിൽ, റിപ്പോർട്ടർ, ലിമ നഷർത്ത റിസാല, നിങ്ങൾ എന്തിനാണ് ആ സന്ദേശം പ്രസിദ്ധീകരിച്ചത്? മെഹമൂദ്, അഹ്സനത്തി ഹാലത്തുൻ നെഹ്രി, നദിയുടെ ഈ അവസ്ഥ എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. മുറാസിൽ, ഹൽ ഹിന്ദക്കും അൻഷിത്തത്തുൻ ഉഹ്റ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹംദാൻ, നഅം അൽഹു ലൗഹാത്തി ഇർഷാദിയത്തിൻ വ കാമീറാത്തിൽ മുറാക്കബ വ ബറാമിജു തൗഹീഹ, സൂചനാ ചിഹ്നങ്ങളും പിന്നെ CCTV ക്യാമറകളും ഇവിടെ ഞങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ബോധവൽക്കരണ പരിപാടികളും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുറാസിൽ, TV റിപ്പോർട്ടർ, ഹാസ അമലിൻ മിസാലി നഅനു മഹക്കും, നിങ്ങൾ ചെയ്യുന്നത് വളരെ മഹത്തായൊരു ഇതാണ്, അതുകൊണ്ട് ഞങ്ങളും കൂടെയുണ്ട്. ഹംദാൻ, നന്ദി, ലേഖകൻ. ഹംദാൻ, ശുക്രൻ. മുറാസിൽ, അഫ്വൻ, നന്ദി പറയുന്നുണ്ട്. നക്രഹുൽ അഹിഹാത്തി അൽ ഇർഷാദിയ, സൈൻ ബോർഡ്സുകളാണ്. ഹാഫലു അല നലാഫത്തിൻ നെഹ്രി, പുഴ വൃത്തിയായി സൂക്ഷിക്കുക. അൽ മാഉ അസാസുൽ ഹയാത്ത്, വെള്ളം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതൊക്കെയാണ് അവിടെ അവർ വെക്കാൻ പോകുന്ന സൈൻ ബോർഡ്സ് പുഴയുടെ തീരത്ത്. അൻത തഹ്ത കാമീറാത്തിൽ മുറാക്കബ, ക്യാമറ നിരീക്ഷണത്തിലാണ്, CCTV ക്യാമറ നിരീക്ഷണത്തിലാണ്. സലാമത്തുൽ ബഷരി ഫി സലാമത്തിൽ ബിആ, പ്രകൃതി സുരക്ഷ മനുഷ്യൻ്റെ സുരക്ഷ. ഹിമായത്തുൽ ബിആ മസ്ഊലിയത്തിന, നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്ത്? വൃത്തിയാക്കൽ, നമ്മുടെ മലിനമാക്കാതിരിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നുഅദ്ദുൽ ഔഹാത്തിൻ ഇർഷാദിയ ലി ഹിഫ്ലിൽ ബിർക്ക, കുളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈൻ ബോർഡ്
കുളത്തിൻ്റെ അരികിൽ എന്താണ് കുളം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വെക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഹാഫുൽ വല നലാഫത്തിൽ ബിർക്ക അങ്ങനെ എഴുതാം. കുളം വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെ ഇപ്പുറത്ത് 2 സൈൻ ബോർഡ്സും കൂടി നിങ്ങൾക്ക് എഴുതാനായിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫുൽ വല നലാഫത്തിൽ നെഹ്ർ എന്ന് എഴുതാം, ഹാഫുൽ വല നലാഫത്തിൽ ജദ്വൽ എന്ന് എഴുതാം, ലാ തുലവിൽ ബിർക്ക അങ്ങനെയൊക്കെ എഴുതാം ആ സൈൻ ബോർഡ്സിൽ. ഇനി നെക്റോഉൻ നസ്സ വനഖ്താർ മിൻഹു അസ്മാക്കു മവാരിദിൽ മിയാ വനക്തുബു. ഏതൊക്കെയാണ് ജലസ്രോതസ്സുകൾ എന്നാണ് അവിടെ എഴുതാൻ വേണ്ടി പറയുന്നത്. ജലസ്രോതസ്സുകൾ ജദ്വൽ അരുവി, നെഹ്ർ പുഴ, ബിർക്ക കുളം, ബിർ കിണർ, ഇതൊക്കെ ജലസ്രോതസ്സുകളാണ്. ഇനി അടുത്ത പേജിലുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് അത് തന്നെ അവിടെ പകർത്തി എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ചോദ്യോത്തരങ്ങളൊക്കെയാണ്. പിന്നെ അടുത്ത പേജിലായിട്ട് മുഫ്രദും ജമ്മു എഴുതാനായിട്ടുണ്ട്. മുഫ്രദും ജമ്മു പഠിക്കാനാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.